തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച അപകടമുണ്ടായി. മലങ്കര VPS സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 4 കുട്ടികൾക്ക് പരിക്കേറ്റു. TS ഹരീഷ്ണ വിവരങ്ങൾ നൽകുന്നു. വിഴിഞ്ഞത്ത് നിന്ന് വെങ്ങാനൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. കല്ലുവട്ടാങ്കുഴി പരിസരത്ത് വെച്ചാണ് ഈ വാഹനം സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ ബസ് 2ാം നമ്പർ ബസ് KL 01V0948 എന്ന ബസ്. അത് കാണുമ്പോൾ നമുക്കറിയാം ബസ് നിയന്ത്രണം വിട്ട് വന്ന ആ മതിലിൽ ഇടിക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നു. ഇതൊരു ബസ് സ്റ്റോപ്പ് കൂടിയാണ്. ഇലക്ട്രിക് പോസ്റ്റ് 2ആയി പിളർന്ന് കിടപ്പുണ്ട്. ആ മതിലിന്റെ ഭാഗമൊക്കെ വണ്ടിയുടെ അകത്ത് ഗ്ലാസ് പൊട്ടി വണ്ടിയുടെ അകത്തേക്ക് വീണിട്ടുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് ഭാഗ്യത്തിന് ഇവിടെ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു അപകടം ഒഴിവായി. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് എന്നാണ് അറിയുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിടത്തിനകത്തുള്ള ഒരു വീട്, അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോൾ പിള്ളേർ ഭയങ്കര വിളിയായിരുന്നു, ഭയങ്കര ബഹളായിരുന്നു പിള്ളേർ. പിന്നെ എല്ലാവരെയും കൂടെ താഴെക്കുള്ള മരുന്ന് ചോദിച്ച് ചുണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ചുണ്ട് പറഞ്ഞ കാല് പ്രശ്നമുള്ള പിള്ളേരുണ്ട്. അപ്പൊ തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ആംബുലൻസ് വിളിച്ച് അയച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയി. വലിയ കുട്ടികളായിരുന്നോ? എങ്ങനെ ഒരു വലിയ കുട്ടികളല്ല, വലിയ കുട്ടികളല്ല, ചെറിയ കുട്ടികൾ 8ാം ക്ലാസ് അങ്ങനെ താഴെയുള്ള പിള്ളേരെ. ഞാൻ ബാക്കിൽ വരെയായിരുന്നു. വന്നപ്പോഴിങ്ങനെ കുട്ടികളെല്ലാം ഇറങ്ങി വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ തന്നെ ഇറങ്ങി എല്ലാരെയും വെളിയിലിറക്കി. കുട്ടികൾക്ക് ഒരു ചെറിയ നല്ല നെഞ്ചിലൊക്കെ പരിക്കുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഈ നെറ്റി പൊട്ടിയതും ചുണ്ടു പൊട്ടിയതും അങ്ങനെയൊക്കെയാണ്. നല്ല പിള്ളേർക്കെല്ലാം നല്ല ക്ഷതമുണ്ട്. കുറച്ച് പിള്ളേരെയൊക്കെ വീട്ടിലോട്ട് തിരിച്ചുപോയി. നാട്ടുകാർ ഈ പോകുന്ന ആൾക്കാരെ കുറച്ച് രക്ഷകർത്താക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പറയണുണ്ടായിരുന്നു ഡ്രൈവർ സ്വപ്പം സ്പീഡുള്ള ഒരാളാണെന്നൊക്കെ പറയണുണ്ട്. വലിയ പരിക്കുകളൊന്നും ആർക്കും ഇല്ലാത്തത് എന്തായാലും ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോയേനെ. വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അനൂപിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.